നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ആർട്ടിക്കിൾ റൈറ്റിംഗ് ഏത് ചാപ്റ്റർ ഓറിയന്റഡ് ആയിട്ടും ഏത് സബ്ജക്ട് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഫോർമാറ്റ് ആണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. മാത്രമല്ല ഇതുപോലുള്ള ധാരാളം വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടും ഇന്ന് രാത്രിയുള്ള ആ ഒരു മെഗാ മാരത്തോൺ നിങ്ങൾക്ക് മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. കൃത്യം 7 മണിക്കാണ് മെഗാ മാരത്തോൺ. മിസ് ചെയ്യരുത്, സെറ്റ് ആക്കാം. ഓക്കെ, കംപ്ലീറ്റ് ഡിസ്കോഴ്സസും ഗ്രാമറൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആർട്ടിക്കിൾ റൈറ്റിംഗിന്റെ ഫോർമാറ്റിലേക്ക് ഇത് ആക്ച്വലി ഇങ്ങനെയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ 2024 ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻ ആർട്ടിക്കിൾ ദാറ്റ് കുഡ് ഹാവ് അപ്പിയർഡ് ഇൻ ദ മാഗസിൻ. ഓക്കെ, മാഗസിനിൽ വരാൻ സാധ്യതയുള്ള ഷോർട്ട്ലി ആഫ്റ്റർ ദ ടൈറ്റാനിക് ട്രാജഡി. ടൈറ്റാനിക്കിന്റെ ട്രാജഡി കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് നിങ്ങൾക്കൊരു മാഗസിനിലൊരു ആർട്ടിക്കിൾ കൊടുക്കണം. ഓക്കെ, ഇൻക്ലൂഡിംഗ് ദ ഷിപ്പിന്റെ ലക്ഷൂറിയസ് ബിഗിനിങ്, ആ ഒരു സ്റ്റാർട്ടിങ് വേണം. അതുപോലെ തന്നെ ട്രാജിക് സിങ്കിങ് വേണം. ആൻഡ് ഹീറോയിക് ആക്ഷൻസ് ഓഫ് ക്യാപ്റ്റൻ സ്മിത്തിന്റെ ആ ഒരു ഹീറോയിക് ആക്ഷൻസ് വേണം. ആൻഡ് ഹിസ് ക്രൂ ഇൻ ഫേസ് ഓഫ് ഡിസാസ്റ്ററിലെ സമയത്ത് ദുരന്തമുണ്ടായപ്പോൾ ആ ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഇടപെട്ടത് തുടങ്ങിയുള്ള കാര്യങ്ങൾ. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഷിപ്പിന്റെ ലക്ഷൂറിയസ് ബിഗിനിങ്ങും സിങ്കിങ്ങും ഹീറോയിക് ആക്ഷനും അതുപോലെ തന്നെ ക്രൂ മെമ്പേഴ്സും. അത് ഉറപ്പായിട്ടും അത് കീ പോയിന്റ്സ് ആണ്. അത് ഉറപ്പായിട്ടും നമ്മുടെ ആൻസറിൽ ഉണ്ടായിരിക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് അതിലുള്ള പോയിന്റ്സ് ഉറപ്പായിട്ടും നമ്മുടെ ആൻസറിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് നോക്കിക്കോ. ഫസ്റ്റ് തന്നെ ടൈറ്റിൽ കൊടുക്കണം. ഒരു ക്ലിയർ ആൻഡ് ക്യാച്ചി ടൈറ്റിൽ കൊടുക്കുക. ആൻഡ് സെക്കൻഡ് ബൈലൈൻ കൊടുക്കുക. ബൈലൈൻ എന്താണ്? ആക്ച്വലി ഇത് ആരാണ് എഴുതുന്നത്? സ്റ്റാഫ് റിപ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റുഡന്റ് റിപ്പോർട്ട് എന്നൊക്കെ കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാണല്ലോ, മറ്റേ മാഗസിൻ ആണല്ലോ. ആൻഡ് റൈറ്റ് യുവർ നെയിം അണ്ടർ ദ ടൈറ്റിലിൻ്റെ അതിൽ നിങ്ങളെ പേര് എഴുതി കൊടുത്താലും മതി. പക്ഷേ ഒരു സ്റ്റുഡന്റ് റിപ്പോർട്ടർ എന്ന് കൊടുത്താൽ മതി. ഇൻട്രൊഡക്ഷനിൽ ബിഗിൻ വിത്ത് എ ഷോർട്ട് ഓപ്പണിംഗ് ദാറ്റ് ഇൻട്രൊഡ്യൂസ് ടോപ്പിക്. നമ്മുടെ ഈ ഒരു ടോപ്പിക്, ഈ ടൈറ്റാനിക്കിന്റെ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ പറയുന്നത് ഓപ്പണിംഗ് കൊടുക്കുക. ആൻഡ് ബോഡി പാർട്സിൽ 1-2 പാരഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്തൊക്കെയാണ് ഈ ഒരു ടൈറ്റാനിക്കിന്റെ അപകടം ഉണ്ടാവാനുള്ള കാരണങ്ങൾ, അതുകൊണ്ടുണ്ടായിട്ടുള്ള എഫക്റ്റുകൾ, പ്രോബ്ലംസ്, അതുപോലെ തന്നെ എക്സാമ്പിൾസും ഫാക്റ്റും കൊടുക്കാൻ പറ്റും. അവസാനം ഈ പോർഷൻസിലാണ് റൈറ്റ് 1-2 പാരഗ്രാഫ് എക്സ്പ്ലെയിനിങ്ങിലാണ് നമുക്ക് എന്ത് വേണ്ടത്? ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള അണ്ടർലൈൻ ചെയ്തിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ആൻഡ് കൺക്ലൂഷനിൽ ഒരു സജഷനോ സൊല്യൂഷനോ ഒരു ഫൈനൽ മെസ്സേജ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? അവിടെ അത് എൻഡ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലത്തെ ഒരു ആൻസർ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിന്റെ ആൻസറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഒറ്റൊരു കാര്യം, നമ്മുടെ +1 എൻഡ് ഗെയിം ബാച്ച് ഈ വരുന്ന ജനുവരി ആകുമ്പോഴേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആക്ച്വലി 1ാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെയുള്ള കംപ്ലീറ്റ് റിവിഷൻ ബാച്ച് ആണ്. സോ എത്രയും പെട്ടെന്ന് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. ലിമിറ്റഡ് സീറ്റ് ആണ്. സോ സെറ്റ് ആക്കുക, പവർഫുൾ ആക്കുക. യെസ് അതിന്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ് ഈ ഒരു എൻഡ് ഗെയിം ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതൊക്കെ ഇവിടെയുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്കതിന്റെ ആൻസറിലേക്ക് കിടക്കാം. ഇതാണ് അതിന്റെ ആൻസർ. ഇങ്ങനെ ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് ട്രാജഡി ഓഫ് ദ ടൈറ്റാനിക് ടൈറ്റിൽ കൊടുക്കുക. സ്റ്റുഡന്റ് റിപ്പോർട്ടർ ബൈലൈന് കൊടുത്തു. ഇനി ദ ടൈറ്റാനിക്, ദ വേൾഡ്സ് ലാർജസ്റ്റ് ആൻഡ് ഗ്രാൻഡസ്റ്റ് ഷിപ്പ്, അതിന്റെ ഇൻട്രൊഡക്ഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുക്കാം. ആർട്ടിക്കിൾ ആണല്ലോ, നോക്കാം. ടൈറ്റാനിക് ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള ഷിപ്പാണ്. ബിഗാൻ ഇറ്റ്സ് ഫസ്റ്റ് ജേർണി, അതായത് ബിഗിനിങ് ഓഫ് ദ ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫ്രം ദ സദാംപ്ടൺ വിത്ത് ഗ്രേറ്റ് പ്രൈഡോട് കൂടിയാണ്, അത്രയും പ്രൈഡോട് കൂടിയിട്ടാണ് അത് ലക്ഷൂറിയസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ്സ് ലക്ഷറി സൈസ് മോഡേൺ ടെക്നോളജി മേഡ് എവ്രിവൺ ബിലീവ് ദാറ്റ് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി സേഫ്. ഇതിന്റെ ടെക്നോളജി ഒക്കെ വെച്ചിട്ട് എല്ലാവരും വിശ്വസിച്ചു ഇത് ഭയങ്കര സേഫ് ആണെന്ന്. ഹൗഎവർ ദിസ് ഡ്രീം വോയേജ് ടേൺ ഇൻടു എ ട്രാജഡി ഓൺ എ കോൾഡ് ഏപ്രിൽ നൈറ്റ്. ഒരു തണുത്ത ഏപ്രിലെ രാത്രിയിൽ അതൊരു ട്രാജഡിയിലേക്ക് മാറി. when the ship struck a huge icebergന് പോയിട്ട് ഇടിച്ച സമയത്ത്, അല്ലേ? അത് സെക്കൻഡ് പോർഷൻ നമ്മൾ പറഞ്ഞ സംഭവം. and the collision caused the Titanic to sink rapidly. ആ കൊളീഷൻ കാരണം പെട്ടെന്ന് തന്നെ, ആ ഇടി കാരണം, ആഘാതം കാരണം പെട്ടെന്ന് തന്നെ കപ്പൽ മുങ്ങി. creating panic and fear among the പാസഞ്ചേഴ്സിന്റെ ഇടയിൽ അതെന്താക്കി? പാനിക് ഉണ്ടാക്കി, ഭയം ഉണ്ടാക്കി. ആക്ച്വലി ഇത് ഈ ഒരു നമ്മുടെ ആ ഒരു ചാപ്റ്ററിന്റെ, ആ ഒരു പോയത്തിന്റെ wreck of Titanicന്റെ ഒരു സമ്മറി പോലെയാണ് നമ്മൾ എന്താക്കിയിട്ടുള്ളത്, ഈ ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത്. ഇതിന്റെ ഫോർമാറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ഓൾമോസ്റ്റ് സെറ്റ് ആയി. നെക്സ്റ്റ്, ഇൻ ദ ഫേസ് ഓഫ് ദി ഡിസാസ്റ്റർ, നമ്മൾ അടുത്ത പോയിന്റ് ക്വസ്റ്റ്യനിലുള്ള ക്യാപ്റ്റൻ സ്മിത്ത് ആൻഡ് ഹിസ് ക്രൂ ഷോഡ് റിമാർക്കബിൾ കറേജ്. സ്മിത്തും അവന്റെ ക്രൂ മെമ്പേഴ്സും ഒക്കെ എന്താക്കി? ആ കറേജ് കാണിച്ചു. They stayed calm, helped passengers into lifeboat and followed the rule, women and children first. അവരൊരു റൂൾ ഉണ്ടായിരുന്നു, സ്ത്രീകളെയും കുട്ടികളെയും ആദ്യം കടത്തുക. അതുപോലെ തന്നെ അവരെന്താക്കി? അവർക്ക് വേണമെങ്കിൽ രക്ഷപ്പെടായിരുന്നു, പക്ഷെ അവരെന്താക്കി? അവിടെ തന്നെ നിന്നു. Their bravery and sense of duty gave
hope and comfort to many during the final moments. അവസാനത്തിൽ പലർക്കും ഒരു കംഫർട്ടും ഒരു ധൈര്യമൊക്കെ കൊടുക്കാൻ കാരണം അവരായിരുന്നു. The sinking of the Titanic remains one of the history's greatest tragedy. ഈ ഒരു ടൈറ്റാനിക് മുങ്ങിയത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ട്രാജഡി ദുരന്തമായി മാറി. But the heroic action of the ക്യാപ്റ്റന്റെ ആ ഒരു ഹീറോയിക് ആക്ഷൻ, അടുത്ത പോയിന്റ്, ഓക്കെ, and the crew will always be remembered. അവരെന്നും ഓർമ്മിക്കപ്പെടും. കണ്ടോ, അവസാനം ഒരു മെസ്സേജ് ആണ് ഇത്. ഓൾറെഡി നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്, ക്രൂ മെമ്പേഴ്സ് സഹായിച്ചൊക്കെ. എന്നിട്ടും അവസാനം കൺക്ലൂഷനിൽ വരുന്ന സമയത്ത് ഒരു മെസ്സേജ് കൊടുത്തതാ, ഹീറോയിക് ആക്ഷൻസ് ഓഫ് ദി ക്യാപ്റ്റൻ ആൻഡ് ക്രൂ മെമ്പേഴ്സ് ഓൾവേസ് ബി റിമെമ്പേർഡ് എന്നുള്ള ഒരു മെസ്സേജോ അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് എന്താക്കാൻ വേണ്ടിയിട്ട് അവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെയാണ് ഒരു ആർട്ടിക്കിൾ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു ആർട്ടിക്കിളിന്റെ ഫോർമാറ്റ്. സോ അത് മറന്നു പോകാതിരിക്കുക. ഇനി ഉറപ്പായിട്ടും നാളത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതുണ്ടായിരിക്കും. അതുകൊണ്ട് ഇതുപോലത്തെ ഏത് ഡിസ്കോഴ്സ് ആണ് ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. Let's see in another video with another session. It's me, Jamshad Ali. You can call me JD. Thank you. Bye-bye.